Hello, in this section we are discussing about the second element or component of tourism, that is the accessibility or transportation. What is meant by accessibility? Accessibility is the means by which tourists can reach the area where the attractions are located. Elements of tourism രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് accessibility അല്ലെങ്കിൽ transportation ആണ്. എന്താണ് accessibility എന്ന് നോക്കാം. accessibility എന്ന് പറയുന്നത് ഏത് മീൻസിൽ കൂടെയാണോ ഒരു ടൂറിസ്റ്റ് അദ്ദേഹം നിശ്ചയിച്ചിരിക്കുന്ന ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ അട്രാക്ഷനിൽ എത്തിച്ചേരുന്നത് ആ ഒരു മീൻസിന് ആ ഒരു വേ പറയുന്ന പേരാണ് accessibility. Tourist attractions of whatever type would be little importance if their locations are inaccessible by the normal means of transport. ഇനി എത്ര മനോഹരമായിട്ടൊരു പ്രദേശമാണെങ്കിലും ആ ഒരു പ്രദേശത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന വഴികളില്ലെങ്കിൽ മേജറായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന റോഡോ അതല്ല ഒരു ട്രെയിനോ മറ്റു ഫെസിലിറ്റീസോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ ആ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിന് അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻസ് കാണത്തില്ല. The tourist attractions which are located near to the tour generating markets are linked by the network of efficient roads and can easily reach by air receive maximum number of tourists. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് എത്തിച്ചേരുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് നല്ല നെറ്റ്വർക്ക് ഓഫ് റോഡ്സ് ഉള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ എയർ ട്രാൻസ്പോർട്ട് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളുമാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് എത്തിച്ചേരുന്നത്. Distance also plays an important role in determining a tourist's choice of destination. Longer the distance costs much in the way of expenses as compared to short distance. ഒരു ടൂറിസ്റ്റ് പ്ലേസിന്റെ ഡിസ്റ്റൻസ് ഒരു വ്യക്തിയുടെ വീട്ടിൽ നിന്നും ഒരു ടൂറിസ്റ്റ് പ്ലേസിലുള്ള ഡിസ്റ്റൻസും അവരുടെ യാത്രയെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ ഷോർട്ടർ ഡിസ്റ്റൻസ് ആണെങ്കിൽ കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യും. ലോങ്ങർ ഡിസ്റ്റൻസ് ആണെങ്കിൽ എക്സ്പെൻസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ പ്രിഫറൻസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. അക്സസിബിലിറ്റി സഹായിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ആണ്. There can be no travel if there were no transport. ട്രാൻസ്പോർട്ട് ഇല്ലെങ്കിൽ ട്രാവൽ എന്ന് പറയുന്നത് ഇല്ല അവിടെ. Travel involves movement of people. Travel എന്ന വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത് മൂവ്മെന്റ് ഓഫ് പീപ്പിൾ എന്നാണ്. Travel is possible only if there is some mode of transport. ഈ ആളുകളുടെ ഈ മൂവ്മെന്റ് പോസിബിൾ ആവുന്നത് ചില മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടിൽ കൂടെയാണ്. A tourist, in order to get his destination, needs some mode of transport. ഒരു ടൂറിസ്റ്റിന് അദ്ദേഹം ആഗ്രഹിക്കുന്ന ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ അട്രാക്ഷനിൽ എത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്തേ മതിയാവുള്ളൂ. And the transportation mode are mainly of four types: road transport, railway, air transport, waterway and oceans. ഓരോ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടും എങ്ങനെയാണ് ടൂറിസത്തെ സഹായിച്ചതെന്ന് നോക്കാം. First, the road transport. Up to the beginning of 20th century, tourists traveled exclusively by steamship and rail. 20ാം നൂറ്റാണ്ടിന്റെ തുടക്ക കാലഘട്ടം വരെയും ടൂറിസ്റ്റ് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്തിരുന്നത് സ്റ്റീംഷിപ്പും റെയിലും വഴിയാണ്. The invention of new transport medium, private car, transformed the entire shape of tourism industry. പുതിയൊരു ട്രാൻസ്പോർട്ട് മീഡിയം അതായത് പ്രൈവറ്റ് കാറിന്റെ ഇൻവെൻഷനോടുകൂടെ റോഡ് ട്രാൻസ്പോർട്ടിന് ടൂറിസത്തിൽ പ്രാധാന്യം വന്നു. മോട്ടോർ കാർ became alternative means of transport for both short and medium range journeys. മോട്ടോർ കാർ മീഡിയം അതുപോലെ തന്നെ ഷോർട്ട് റേഞ്ച് ജേർണീസിന് ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. The growth of wide network of fast and superfast national and international highway system accelerated the road transport. അതിനു പുറമെ നല്ല നെറ്റ്വർക്ക് അതായത് സൂപ്പർ ഫാസ്റ്റും ആയിട്ടുള്ള നാഷണലും ഇന്റർനാഷണൽ ഹൈവേ സിസ്റ്റം വന്നതോടുകൂടി കൂടുതലായിട്ട് ആളുകൾ റോഡ് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. The actual number of holiday makers traveling by road increased as more as people took holidays away from home. മോട്ടോർ കാറും അതുപോലെ തന്നെ നല്ല നെറ്റ്വർക്ക് റോഡ് വന്നതിന് ശേഷം കൂടുതൽ ആളുകൾ റോഡ് ട്രാൻസ്പോർട്ട് അവരുടെ ട്രാവലിന് വേണ്ടി ഓപ്റ്റ് ചെയ്യാൻ തുടങ്ങി. The provision of good motor roads and road services were important factors in the development of both domestic and international tourism. ഡൊമസ്റ്റിക്കും അതുപോലെ ഇന്റർനാഷണൽ ടൂറിസം വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ് ആണ് നല്ല രീതിയിലുള്ള റോഡും അതുപോലെ തന്നെ നല്ല റോഡ് സർവീസും. The development of motor rail carrying cars and coaches over extended distance by train is making it possible for holiday makers to use the motor cars in holiday areas.
പിൽക്കാലത്ത് ഈ കാറുകൾ കോച്ചസിൽ, അതായത് റെയിൽവേയുടെ കോച്ചസിൽ, ട്രെയിനിന്റെ കോച്ചസിൽ ക്യാരി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഏറ്റവും ഇന്നസസിബിൾ ആയിട്ടുള്ള പ്ലേസസിൽ വരെ കാറ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു മോട്ടോർ റെയിലിന്റെ ഡെവലപ്മെന്റ് കാർ ഇൻഡസ്ട്രിയെ വളരെയധികം സഹായിക്കുകയും അത് റോഡ് വഴിയുള്ള ടൂറിസത്തിനെ വളരെയധികം സഹായിക്കുകയും ചെയ്തു. Major highway programs in the world include Trans-African Highway, Trans-West African Highway, Trans-East African Highway, Trans-Europe North-South Motorway, Pan-American Highway, Trans-Siberian Highway. Rail transport. 19th century witnessed a great technological development, first in England and later on Europe and America, and this led to the advent of railway. 19ാം നൂറ്റാണ്ട് ഏറ്റവും കൂടുതൽ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് വിറ്റ്നസ് ചെയ്ത ഒരു സെഞ്ചുറിയാണ്. അതാദ്യം വിറ്റ്നസ് ചെയ്തത് ഇംഗ്ലണ്ടിലും പിന്നീട് യൂറോപ്പ് മുഴുവനും പിന്നെ അമേരിക്കയിലുമാണ്. ഇതാണ് റെയിൽവേയുടെ ഒരു ഉത്ഭവത്തിന് കാരണമായിട്ടുള്ളത്. The first rail link between Liverpool and Manchester started in the year 1830. വേൾഡിലെ തന്നെ ഫസ്റ്റ് റെയിൽവേ ലിങ്ക് സ്റ്റാർട്ട് ചെയ്തത് 1830 ലിവർപൂളിനും മാഞ്ചസ്റ്ററിനും ഇടയിലാണ്. Railways provided necessary vehicle for the movement of people from their place of residence to newly formed and expanding pleasure sports like seaside resorts. ഇനി ടൂറിസത്തിന് എങ്ങനെയാണ് റെയിൽവേ സഹായിച്ചതെന്ന് വെച്ചാൽ, റെയിൽവേ ആളുകളെ അവരുടെ വീടുകൾ, പ്ലേസ് ഓഫ് റെസിഡൻസ് മുതൽ നല്ല നല്ല സീസൈഡ് റിസോർട്ട്സ് വരെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് ട്രാവലിന് സഹായിച്ചു. Organized rail tour came in the year 1841. The man behind this idea was Thomas Cook. ഇനി ആദ്യമായിട്ടൊരു ഓർഗനൈസ്ഡ് റെയിൽ ടൂർ, വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ പാക്കേജ് ടൂർ എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് റെയിൽ ടൂർ കൊണ്ടുവന്നത് 1841 തോമസ് കുക്കാണ്. തോമസ് കുക്കിന്റെ ട്രാവൽ ഏജൻസി എന്ന് പറയുന്നത് ഇന്ന് വേൾഡിലെ തന്നെ ഏറ്റവും മികച്ചൊരു ട്രാവൽ ഏജൻസി കൂടെയാണ്. In America, first class railway travel was introduced in 1871 by Pullman. ഇനി അമേരിക്കയിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ക്ലാസ് റെയിൽവേ ട്രാവൽ കൊണ്ടുവന്നത് 1871 പുൾമാൻ ആണ്. Coming to India, the first rail travel was introduced between Bombay to Thane in 1853. ഈ ഇന്ത്യയുടെ കാര്യം എടുക്കുന്നെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽ സർവീസ് തുടങ്ങിയത് ബോംബെ ടു താനെയാണ്. 1853 അത് സ്റ്റാർട്ട് ചെയ്തത്. Indian Railway is the second largest railway in the world. At present, Indian Railway എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ ആണ്. 5 luxury trains in India that redefine happy journeys include Deccan Odyssey, Maharaja's Express, the Golden Chariot, the Royal Rajasthan on Wheels, and Palace on Wheels. ഇന്ത്യയിൽ പ്രധാനമായിട്ട് 5 ലക്ഷറി ട്രെയിനാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തത് ഡെക്കൻ ഒഡീസി ആണ്. ഇത് മാനേജ് ചെയ്യുന്നത് താജ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ആണ്. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് 16th സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന മഹാരാജാസിന്റെ പാലസിനകത്തുള്ള ഡിസൈൻ ആണ് ഈ ഒരു ട്രെയിന് കൊടുത്തേക്കുന്നത്. ഇത് മഹാരാഷ്ട്ര ടൂറിസം ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഒരു ഡെക്കൻ ഒഡീസി എന്ന് പറയുന്നത് ലക്ഷറിയുടെയും ഒരു ട്രാൻസ്പോർട്ടേഷന്റെയും കൂടെ ഒരു മിക്സ്ഡ് രൂപമാണ്. ഇനി ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് മുംബൈ ടു ഡൽഹി ആണ്. ഇതിന്റെ അപ്രോക്സിമേറ്റ് താരിഫ് എന്ന് പറയുന്നത്, ഏറ്റവും ബേസ് നിരക്ക് എന്ന് പറയുന്നത് 4.27 lakh ആണ്. സെക്കൻഡ്, മഹാരാജാസ് എക്സ്പ്രസ് വേൾഡിലെ ലീഡിംഗ് ലക്ഷറി ട്രെയിൻ എന്ന അവാർഡ് 6 വർഷം തുടർച്ചയായി കിട്ടിയ ഒരു ട്രെയിനാണ് മഹാരാജാസ് എക്സ്പ്രസ് എന്ന് പറയുന്നത്. വേൾഡ് ട്രാവൽ അവാർഡ്സിലാണ് ഈ ഒരു അവാർഡ് അതിന് ലഭിക്കുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൽഹി മുതൽ എൻഡ് ചെയ്യുന്നത് സൗത്തിലെ തിരുവനന്തപുരം വരെയാണ്. ഇതിന്റെ നിരക്ക് എന്ന് പറയുന്നത് 3.97 lakh തൊട്ടാണ് തുടങ്ങുന്നത്. ദ ഗോൾഡൻ ചാരിയറ്റ്, ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ രഥം എന്നാണ്. ഈ ഒരു ഗോൾഡൻ ചാരിയറ്റ് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് കർണാടക സ്റ്റേറ്റ് ടൂറിസം ബോർഡാണ്. ഇത് ഒരുപാട് ഹെറിറ്റേജ് സൈറ്റ്സിനെ കവർ ചെയ്യുന്ന ഒരു ട്രെയിനാണ് ഗോൾഡൻ ചാരിയറ്റ് ട്രാവൽസ് എന്ന് പറയുന്നത്. റോയൽ രാജസ്ഥാൻ ഓൺ വീൽസ്, ആ പേരിൽ തന്നെയുണ്ട്. രാജസ്ഥാന്റെ റിച്ച് ഹെറിറ്റേജ് റെപ്രസെന്റ് ചെയ്ത് കാണിക്കുന്ന ഒരു ട്രെയിനാണ് റോയൽ രാജസ്ഥാൻ. ഇത് ട്രാവൽ ചെയ്യുന്നത് ഡൽഹി ടു രാജസ്ഥാൻ ആണ്. ഇതിന്റെ ഇനിഷ്യൽ താരിഫ് എന്ന് പറയുന്നത് 3.78 lakh ആണ്. Finally, the Palace on Wheels. It is actually the original luxury train in India. And this train was used as transportation by Nizams of Hyderabad, kings of princely states of Rajputana, Gujarat and others. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലക്ഷറി ട്രെയിനാണ് പാലസ് ഓൺ വീൽസ് എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്തിരുന്നത് ഹൈദരാബാദിലെ നൈസാംസ്, അതുപോലെ തന്നെ രാജ്പുത്താന, ഗുജറാത്ത് തുടങ്ങിയ മറ്റ് പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെ രാജാക്കന്മാരാണ്.
ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഹെറിറ്റേജ് ലക്ഷറി ട്രെയിൻ ആണ് പാലസ് ഓൺ വീൽസ് എന്ന് പറയുന്നത്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് രാജസ്ഥാൻ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. ഇത് ഇന്ത്യക്കാരും അതുപോലെ തന്നെ ഫോറിൻ വിസിറ്റേഴ്സിനെ ഒരുപാട് ആകർഷിക്കുന്ന ഒരു ട്രെയിനാണ്. ഏറ്റവും പ്രീമിയം ആയിട്ട് നല്ല റിച്ച് ആയിട്ടൊരു ട്രെയിനാണ്. രാജസ്ഥാന്റെ ഹൃദയഭാഗത്തൂടെയാണ് ഇത് പോകുന്നത്. ജയ്പൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് രാജസ്ഥാൻ ഫുള്ള് കവർ ചെയ്യുന്ന ഒരു ട്രെയിനാണ് പാലസ് ഓൺ വീൽസ് എന്ന് പറയുന്നത്. ഇതിന്റെ താരിഫ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് 3.63 lakh ആണ്. ടൂറിസത്തിനെ സഹായിക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ഇനിഷ്യേറ്റീവ് ആണ് ടോയ് ട്രെയിൻസ്. It is an epitome of the world-class engineering. The mountain railways were built during the British India between the 19th and 20th century. 19ാം നൂറ്റാണ്ടിനും 20ാം നൂറ്റാണ്ടിനും ഇടയിലാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൗണ്ടൻ റെയിൽവേസ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. Mountain railways run on historic paths, curved through the mountains, passing through the scenic valleys, exposing the views of ethereal beauty. ഈ മൗണ്ടൻ റെയിൽവേസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഹിസ്റ്റോറിക്കൽ പാത്ത് മൗണ്ടൻസ് കർവ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ അത് പോകുന്ന വഴിയിലൊക്കെ വളരെ സീനിക് ആയിട്ടുള്ള വാലീസും നല്ല രീതിയിലുള്ള എത്രിയൽ ബ്യൂട്ടി ഒക്കെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ട്രാവലാണ് മൗണ്ടൻ റെയിൽവേസ് വഴിയുള്ള ട്രാവൽ. 3 of all the present mountain railways in India are given the status of UNESCO World Heritage Site. ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ളത് 3 മൗണ്ടൻ റെയിൽവേസ് ആണ്. ഈ 3 എണ്ണത്തിനും തന്നെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലാണ് അതിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 1 ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ, 2 കൽക്ക ഷിംല റെയിൽവേ, 3 നീൽഗിരി മൗണ്ടൻ റെയിൽവേ. നമ്മൾ ഊട്ടിയിലൊക്കെ കാണുന്നത് നീൽഗിരി മൗണ്ടൻ റെയിൽവേ ആണ്. ദ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ ഇൻ വെസ്റ്റ് ബംഗാൾ, കൽക്ക ഷിംല റെയിൽവേ ഹിമാചൽ പ്രദേശ്, നീൽഗിരി മൗണ്ടൻ റെയിൽവേ തമിഴ്നാടു. എയർ ട്രാൻസ്പോർട്ട്. Role of air transport in the development of international tourism is becoming increasingly important. Air transport is a key factor in the growth of international tourism, especially in respect of long distance and international travel. എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്റർനാഷണൽ ടൂറിസത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്ന ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ്. കാരണം ഒത്തിരി ദൂരം യാത്ര ചെയ്യണമെങ്കിലോ ഇന്റർനാഷണൽ ട്രാവലിനോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ് എയർ ട്രാൻസ്പോർട്ട്. മെയിൻ പീരീഡ് ഓഫ് ഗ്രോത്ത് വാസ് ഡ്യൂറിങ് 1960s. ഈ എയർ ട്രാൻസ്പോർട്ട് എന്ന മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വന്നത് 1960-കൾക്ക് ശേഷമാണ്. About 600 million of global international tourists arrive by air transport. കണക്കുകൾ അനുസരിച്ച് ഓരോ വർഷം എയർ ട്രാൻസ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ഗ്ലോബൽ ഇന്റർനാഷണൽ ടൂറിസ്റ്റ് എന്ന് പറയുന്നത് 600 million ആണ്. The first commercial service was introduced by KLM Dutch Airlines in 1920 between Amsterdam and London. ആദ്യത്തെ കൊമേഴ്ഷ്യൽ എയർ സർവീസ് തുടങ്ങിയത് KLM Dutch Airlines ആണ് 1920 ആംസ്റ്റർഡാമിനും ലണ്ടനും ഇടയിൽ. Jet flights was inaugurated by Great Britain in 1952. 1952 ഗ്രേറ്റ് ബ്രിട്ടനിലാണ് ജെറ്റ് ഫ്ലൈറ്റ്സ് തുടങ്ങിയത്. ഈ ഒരു മോഡേൺ പീരീഡിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ജെറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ബോയിങ് 747, മക്ഡൊണാൾഡ് ഡഗ്ലസ് DC, എയർബസ് എ, ലോക്ഹീഡ് ട്രൈസ്റ്റാർ, എയർബസ് A320, കോൺകോർഡ്, ടുപ്ലോ 144 തുടങ്ങിയവയാണ് അതിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ആൻഡ് എയർലൈൻസ് ആർ മെയിൻലി ഓഫ് 2 types, ഷെഡ്യൂൾഡ് എയർലൈൻസ് ആൻഡ് ചാർട്ടേർഡ് എയർലൈൻസ്. എയർലൈൻസ് 2 തരത്തിലാണുള്ളത്, ഷെഡ്യൂൾഡ് എയർലൈൻസും ചാർട്ടേർഡ് എയർലൈൻസും. ഷെഡ്യൂൾഡ് എയർലൈൻസ് നോർമൽ ഷെഡ്യൂൾഡ് ഫ്ലൈറ്റ്, സാധാരണ രീതിയിൽ ഗവൺമെന്റോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഏജൻസികളോ ഷെഡ്യൂൾ ചെയ്യുന്ന നോർമൽ ആയിട്ടുള്ള ഫ്ലൈറ്റ്സിനെല്ലാം ഷെഡ്യൂൾഡ് എയർലൈൻസ് എന്നാണ് പറയുന്നത്. Then what is chartered airlines? It is also known as non-scheduled airline. It operates only when there is a demand, especially during the tourist season. Chartered airline non-scheduled airline എന്നും പറയാറുണ്ട്. ഇത് ഡിമാൻഡ് എപ്പോഴാണുള്ളത്, പ്രത്യേകിച്ച് ടൂറിസ്റ്റ് സീസണിലൊക്കെ ഡിമാൻഡ് വരുമ്പോൾ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന എയർലൈൻസിനെയാണ് ചാർട്ടേർഡ് എയർലൈൻസ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ കോവിഡ് ഒക്കെ വന്ന സമയത്ത് വിദേശികളെ ചാർട്ടേർഡ് ഫ്ലൈറ്റ്സിൽ കൊണ്ടുവന്നൊക്കെ കേട്ടു. അതായത് അവർക്ക് വേണ്ടി മാത്രമായിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്ത് അപ്പം മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്ലൈറ്റ്സ് ആണ് ചാർട്ടേർഡ് എയർലൈൻസ് എന്ന് പറയുന്നത്. They are cheaper than the scheduled carriers as they are operated only on high load factor. ചാർട്ടേർഡ് എയർലൈൻസ് എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് കാരിയേഴ്സിനെക്കാട്ടും കമ്പാരിറ്റീവ്ലി അതിന്റെ കോസ്റ്റ് ചീപ്പറാണ്. കാരണം ഏറ്റവും ഡിമാൻഡ് ആവശ്യമുള്ള സമയത്താണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്.
ഇതിന് ടൂറിസത്തിൽ അതെങ്ങനെ സഹായിക്കുന്നെന്ന് നോക്കാം. ഇന്ത്യ receives more than 200 chartered flights, especially to Goa during the months of December and January. ഇന്ത്യ തന്നെ ഓരോ വർഷവും 200-ലേറെ ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് റിസീവ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഗോവയിലാണ് ഏറ്റവും കൂടുതൽ ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് വരുന്നത്, ഡിസംബറിലും ജാനുവരി ആ ഒരു മന്ത്സിൽ. IATA has more than 105 major airlines of the world as its number. IATAക്ക് ലോകത്താകമാനം 105 എയർലൈൻസ് ഉണ്ട്. Then finally, the water transport. According to Cruise Line International Association, a total of 28.5 million passengers traveled on broad cruise ships in 2018. Cruise Line International Association അല്ലെങ്കിൽ CLIAയുടെ 2018 കണക്കനുസരിച്ച് 28.5 മില്യൺ പാസഞ്ചേഴ്സ് ആണ് ക്രൂസ് ഷിപ്സ് ഉപയോഗിച്ച് ട്രാവൽ ചെയ്തിട്ടുള്ളത്. Around 14.2 million passengers in 2018 were from North America, representing 49.9% of the global ocean passenger. ഈ ടോട്ടൽ 28.5 മില്യൺ പാസഞ്ചേഴ്സിൽ 14.2 മില്യൺ പാസഞ്ചർ, അതായത് പകുതിയിൽ കൂടുതൽ, 50% ആളുകൾ അമേരിക്കയിൽ നിന്ന്, പ്രത്യേകിച്ച് നോർത്ത് അമേരിക്കയിൽ നിന്നുള്ളവരായിരുന്നു. In addition, 25.1% of the total passengers came from Europe. ഇനി അതിന് തൊട്ടടുത്ത് 25% ആളുകൾ വന്നത് യൂറോപ്പിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് ഏഷ്യ പസഫിക് റീജിയനിൽ നിന്നും സൗത്ത് അമേരിക്കൻ റീജിയനിൽ നിന്നുമാണ് വന്നിട്ടുള്ളത്. Then the carriers of water transport, ocean liners. Passenger ships for long distance from port to port. ഒരു പോർട്ടിൽ നിന്നും മറ്റൊരു പോർട്ടിലേക്ക്, പ്രത്യേകിച്ച് ലോങ് ഡിസ്റ്റൻസ് ട്രാവലിന് വേണ്ടി യൂസ് ചെയ്യുന്ന പാസഞ്ചർ ഷിപ്സിനെ വിളിക്കുന്ന പേരാണ് ഓഷൻ ലൈനേഴ്സ്. ക്രൂസ് ലൈനേഴ്സ്, സ്പെഷ്യൽ ലക്ഷറീസ് ഹോളിഡേ ഷിപ്സ് ഫോർ ലോങ് ഡിസ്റ്റൻസ്. ലോങ് ഡിസ്റ്റൻസ് ട്രാവലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലക്ഷറീസ് ഹോളിഡേ ഷിപ്പാണ് ക്രൂസ് ലൈനേഴ്സ്. ഫെറി ഷിപ്സ് യൂസ്ഡ് ഫോർ ഷോർട്ടർ ട്രിപ്പ്, സിനിക് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ടു ഐലൻഡ്സ്. സാധാരണ രീതിയിലുള്ള പാസഞ്ചർ ഷിപ്സിന് ഷോർട്ടർ ട്രാവലിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നതിനാണ് ഫെറി ഷിപ്പ് എന്ന് വിളിക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ ഐലൻഡ്സിലൊക്കെ ട്രാവലിനും ടൂറിസത്തിന് വേണ്ടിയിട്ട് ഫെറി ഷിപ്സ് യൂസ് ചെയ്യാറുണ്ട്. ലോഞ്ചസ്, ലാർജ് മോട്ടറൈസ് ബോട്ട്. വലിയ രീതിയിലുള്ള മോട്ടറൈസ് ബോട്ട്സിനെ വിളിക്കുന്ന പേരാണ് ലോഞ്ചസ്. ബോട്ട്സ് ആൻഡ് കനോയ്സ്, ട്രാൻസ്പോർട്ട്സ് ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ്. സാധാരണ രീതിയിൽ നമ്മൾ കണ്ടുവരുന്ന വുഡൻ ബോട്ട് അല്ലെങ്കിൽ ഫൈബർ ബോട്ട്, അതുപോലെ തന്നെ വള്ളം ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാവലിന് വേണ്ടി യൂസ് ചെയ്യുന്നു. Hovercraft and hydrofoils, fast communication over sea route and difficult terrain. നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഹോവർക്രാഫ്റ്റും ഹൈഡ്രോഫോയിൽസ് എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി ഷോർട്ട് ആയിട്ടുള്ള ബോട്ടല്ല, ബോട്ട് പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ് ഹോവർക്രാഫ്റ്റും ഹൈഡ്രോഫോയിൽസ് എന്ന് പറയുന്നത്. സീ റൂട്ടിലും ഡിഫിക്കൽട്ട് ടെറൈനും കൂടെ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഹോവർക്രാഫ്റ്റും ഹൈഡ്രോഫോയിൽസും. Then seaplanes, they can take off from land and water. It includes flying boats, float planes, etc. ലാൻഡിലും വാട്ടറിലും കൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന വെഹിക്കിളാണ് സീപ്ലെയിൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫ്ലൈയിങ് ബോട്ട്, അതുപോലെ തന്നെ ഫ്ലോട്ട് പ്ലെയിൻസ് തുടങ്ങിയവയാണ്. ഇനി ഇന്ത്യയിലെ കുറച്ച് ലക്ഷറി ക്രൂസസിന് എക്സാമ്പിൾസ് പറയാണ്. സുന്ദർബൻസ് ലക്ഷറി ക്രൂസ്, ഒബ്രോയ് മോട്ടോർ വെസൽ വൃന്ദ ക്രൂസ്, റിവർ ഗാഞ്ചസ് ഹെറിറ്റേജ് ക്രൂസ്, MV മഹാബധു ക്രൂസ്, ലക്ഷറി ക്രൂസ്, ലക്ഷറി വൃന്ദ, കോസ്റ്റ നിയോ ക്ലാസിക്ക ക്രൂസ്, കേരള ബാക്ക് വാട്ടർ ക്രൂസ്, ആൻഡമാൻ ഐലൻഡ്സ് ക്രൂസ്. തൊട്ട് മുമ്പ് പറഞ്ഞ ലക്ഷറി ക്രൂസിൽ ഒരു എക്സാമ്പിൾ ആണ് കേരള ബാക്ക് വാട്ടേഴ്സിലെ കേരള ഹൗസ് ബോട്ട്സ് അല്ലെങ്കിൽ കേരള കെട്ടുവള്ളംസ് എന്ന് പറയുന്നത്. വളരെ ഹ്യൂജ് ആയിട്ടുള്ള, വളരെ സ്ലോ മൂവിംഗ് ആയിട്ടുള്ള, എക്സോട്ടിക് ആയിട്ടുള്ള ബാർജസ് ആണ് കേരള കെട്ടുവള്ളംസ് എന്ന് പറയുന്നത്. ഇനി കെട്ടുവള്ളം എന്നാണ് പേര് വരാൻ കാരണം, പണ്ട് കാലത്ത് റൈസ് ബോട്ടാണ് ഉപയോഗിച്ചിരുന്നത്. പാഡിയൊക്കെ ടൈ ചെയ്ത് വെക്കാനാണ് ഉപയോഗിച്ചിരുന്നത്. പാഡീസ് റോപ്പ് വെച്ച് കെട്ടി ആ വെള്ളത്തിൽ വെച്ചിരുന്നത് കൊണ്ടാണ് അതിനെ കെട്ടുവെള്ളം എന്നറിയപ്പെടുന്നത്. അപ്പൊ അഗ്രികൾച്ചർ ഹാർവസ്റ്റ് ആയ റൈസും സ്പൈസസും ഒക്കെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് കേരളത്തിലെ കുട്ടനാട് നിന്നും ആലപ്പുഴയിലോട്ടോ അല്ലെങ്കിൽ കൊച്ചിയിലോട്ടോ ഒക്കെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കെട്ടുവള്ളംസ് യൂസ് ചെയ്തിരുന്നത്. ഇന്ന് ഈ കേരളത്തിന്റെ ടൂറിസത്തിന്റെ ഒരു മുഖമുദ്രയാണ് കെട്ടുവള്ളംസ് എന്ന് പറയുന്നത്. നമ്മളെ ഗോഡ്സ് ഓൺ കൺട്രിയിൽ തന്നെ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഗൂഗിളിലും അല്ലെങ്കിൽ ഇന്റർനാഷണൽ ടൂറിസ്റ്റിന്റെ ഇടയിൽ കാണിക്കുന്ന ഒരു ഫീച്ചർ കൂടിയാണ് കേരള കെട്ടുവള്ളംസ്. ഒരു ടിപ്പിക്കൽ കെട്ടുവള്ളത്തിന്റെ ഇന്റീരിയർ ആണ്, എക്സ്റ്റീരിയർ, ഇന്റീരിയർ.